ഈ സിസ്റ്റം ഓൺ ആയില്ലേ? അർജുനെ എണീക്ക്, മതി ഉറങ്ങിയത്. ചെക്ക എന്താ? എണീച്ചേ. അർജുൻ എണീക്ക്, എനിക്കൊരു കാര്യം പറയാണ്ട്. ഈ പെണ്ണിനെ ഉറങ്ങാൻ സമ്മതിക്കൂല. എന്താ? എണീക്ക്. എണീച്ച് പറ. എന്നാ ഇത് കുടിച്ചോ. താങ്ക്സ്. പറയട്ടെ? ആ പറ. പക്ഷെ നീ ഞെട്ടരുത്. പറയട്ടെ? ഞെട്ടാൻ മാത്രം എന്താ? അത് പിന്നെ അനു, നീ ടെൻഷൻ എടുപ്പിക്കാതെ പറയോ. പറയട്ടെ? ആടി ഒന്ന് വേഗം പറ. ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. അത് ഞാനില്ലേ, ഒന്ന് പറ. ഞാൻ ഡയറ്റ് എടുക്കട്ടെ? ചിരിപ്പിക്കല്ലേ. അതെന്ത് വർത്താൻ അർജുനെ? ഞാൻ കാണിച്ചത് എനിക്ക് ഡയറ്റ് എടുത്തിട്ട്. ആ, നല്ല ആളാ. 3 നേരം മന്തി കഴിക്കാൻ പറ്റിയ അത്രയും സന്തോഷിക്കുന്ന ആള്. എനിക്ക് ഡയറ്റ് എടുക്കണം. ഇപ്പൊ നടക്കൂ. എന്തോന്ന് അർജുനെ, ഞാൻ ഇന്ന് ഫുഡ് കഴിക്കൂല, വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. എടി പെണ്ണെ, എവിടെയും തലയിറങ്ങി വീഴൂട്ടോ. ഇല്ല പ്ലീസ് അർജുനെ. എന്താന്ന് വെച്ചാ കാണിക്ക്. അല്ല, അപ്പൊ നിനക്കിന്ന് ഫുഡ് വേണ്ട? വേണ്ട. ആ ശരി, നീ ഡയറ്റ് എടുത്തോ. പക്ഷേ ഒന്നും കഴിക്കാതെ നിക്കുന്നത് കുറച്ച് ഓവർ അല്ലേ? ഇല്ലാതെ എന്ത് ഡയറ്റാ? ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കലല്ല, പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ള ഫുഡ് കഴിക്കാന്നുള്ളതാണ്. അതിപ്പം അതിനെന്താ കഴിക്കുക? അതുപോലും അറിയില്ല. എന്നിട്ടാ നീ ഡയറ്റ് എടുക്കാൻ ഇറങ്ങിയേ? നീ എന്റെ കൂടെ നിൽക്കോ ഇല്ലയോ? എനിക്കൊന്നും വയ്യ. നീ എവിടെയും തലയിറങ്ങി കിടന്നു കഴിഞ്ഞ അവസാനം ഞാൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. പ്ലീസ്. വേണോ അനു? വേണം. നിന്നെ കൊണ്ട് പറ്റാണേ നീ ചെയ്, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കുവേ, എന്നെ കൊണ്ട് പറ്റൂല. നീ കഴിച്ചോ, പക്ഷെ ഞാൻ കഴിക്കില്ല. എത്ര നേരം ഉണ്ടാവോ എന്തോ. കാണിച്ചു തരടാ നിനക്ക് എത്ര നേരം ഉണ്ടാവുന്നു. ശരി ശരി, എനിക്ക് വരാൻ നോക്ക്, ഞാൻ പോവാ. അങ്ങനെയാണെന്നൊന്നും ഒന്നും ഉണ്ടാക്കണ്ട. നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പുറത്തുനിന്നോ? ആ അല്ല, അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും, നീ വീട്ടിലുണ്ടാക്കണ്ട. എന്നാ ശരി, എന്തായാലും ഞാൻ കഴിക്കൂല. മിക്കവാറും ഇത് എനിക്ക് പണിയാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എവിടം വരെ പോകുന്നു കാണാം. മോട്ടു അല്ലേ അത്? ഇവനെന്താ ഇവിടെ നിൽക്കുന്നേ? ചോദിച്ചു നോക്കാം. മോട്ടു, അതിനു മുന്നേ നീ എന്താ ഇവിടെ? സ്കൂളൊന്നുമില്ലേ? എടാ, ഇന്ന് ബസ് സമര. ആ നീ കേറ് വാ, ബെല്ലടിച്ചിണ്ടാവൂലേ? വാ കേറ്, ഞാൻ കൊണ്ടാക്കാം. ഒന്നും കുഴപ്പമില്ല, നീ വന്നേ. എനിക്ക് എന്ത് ലേറ്റ് ആവാനാടാ, നിന്നെ കൊണ്ടാക്കിട്ടേ ഞാൻ പോകുന്നുള്ളൂ. താങ്ക് യു. ഒരു 2-3 അതെ. പോടാ പോടാ. അതെന്താ, എനിക്ക് ഉള്ള കയറി കൂടെ? അതൊന്നും കുഴപ്പമില്ല, നീ എനിക്ക് എന്റെ അനിയനെ പോലെ തന്നെ. ആടാ. അല്ല, ചേച്ചി എന്തു പറയുന്നു? ഓ, അവന് തോന്നിയാലേ അവൻ കോളേജിലൊക്കെ പോവുള്ളൂ. അങ്ങനെയൊന്നും പോയാ പോരാ, പഠിക്കേണ്ടവരാണ് ദിവസവും പോവും. ഇതല്ലേ നിന്റെ സ്കൂള്? ഓക്കെ എന്നാ ഞാൻ പോട്ടെ. ഓ ആയിക്കോട്ടെ. ബൈ ബൈ. ഓ, ഇത് എവിടെ പോയി കിടക്കാണാവോ? ഇപ്പൊ വിളിക്കുക കാലമാണ്. എന്റെ മോനെ, ആരിത്? ഓയ്, ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ല. ഇതാരിത്? കാവിലെ ഭഗവതിയോ? കളിയാക്കല്ലേ? രസമുണ്ടോ? രസമുണ്ടോന്നോ? ഞാൻ ഈ വേഷത്തിൽ തന്നെ അങ്ങോട്ട് കൊണ്ടോട്ടെ? എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്നിട്ട് വേണം ആന്റീൻ്റെ അടുത്ത് ചൂലാണ്ട് അടിയിട്ടെ. ശരിയാ, കുറച്ച് ഡാർക്കാ. എന്തോ ഒരു കുറവുണ്ടല്ലോ. എന്തു കുറവ്? ഒരു താലിയും ഒരു സിന്ദൂരം കൂടി ഉണ്ടെങ്കിൽ കറക്റ്റായി. പോടനെ. എന്ത് ചെയ്യാൻ പറ്റും, താലി കെട്ടാനുള്ള ആളെ തിരക്കില്ലല്ലേ. അല്ല, ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ അല്ലേ ഞാൻ വിളിച്ചത്? നീ വിളിക്കണത് എനിക്ക് ഡിസ്റ്റർബൻസാ? അല്ല, ഓഫീസിലെ തിരക്കിനിടയിലല്ലേ ഞാൻ വിളിച്ചേ, അതാ. എന്നാലും എന്റെ മോളെ, നിനക്ക് ഇത്ര ലുക്ക് ഉണ്ടായിരുന്നോ? അതെന്താ? ഞാൻ ഇത്രയും ലുക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ കണ്ടപ്പോ സമാധാനായില്ലേ? പിന്നില്ലാതെ, എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അയ്യടാ. ഇന്നലെ എന്താ വിളിക്കാനേ? ആദ്യം എന്റെ ചേട്ടൻ എന്ന് പറയുന്നിടത്ത് സമ്മതിക്കണ്ടേ? അവൻ ഓരോ മണിക്കൂറിലും എന്റെ റൂമിൽ കയറി ഇറങ്ങുന്നുണ്ട്, എന്തിനാന്നാവോ? ഞാൻ പോയി സംസാരിക്കണോ? വേണ്ടാത്ത പണിക്കൊന്നും നിക്കല്ലേ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ഈ അടുത്ത് അങ്ങോട്ട് വരട്ടെ? ഇങ്ങോട്ട്? നിന്റെ വീട്ടിലേക്ക്. വന്നിട്ട്
വന്നിട്ട് നിന്നെ തരുമോന്ന് നിന്റെ ഡാഡി മമ്മീനോട് ചോദിച്ചാ പോരെ? തന്നില്ലെങ്കിൽ തന്നില്ലെങ്കി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തന്നില്ലെങ്കി ഞാൻ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അമ്മേ, ഒന്ന് താഴെ ഇറക്കിയേ. ദേ, ആരെ കാണും. കണ്ടോട്ടെ, ഞാനേ എന്റെ പെണ്ണിനെ എടുത്തത്. സജിനേട്ടാ ഒന്ന് താഴെ ഇറക്കി. കളിക്കുന്ന കളിയല്ലേട്ടോ. ആ കാലമാടനെങ്ങാനും കണ്ടോണ്ട് വന്നാ. കണ്ടോണ്ട് വന്നാ നമുക്ക് ഇപ്പൊ തീരുമാനാക്കാം. പ്ലീസ് താഴെ ഇറക്ക്. അതിനു മുന്നേ ഞാനൊന്ന് കാണട്ടെ. എന്ത് കാണാൻ? എന്റെ പെണ്ണിനെ. ഇങ്ങനെ നോക്കല്ലേ. എന്തി, നിനക്ക് നാണം വരുന്നുണ്ടോ? എന്നെ താഴെ ഇടരുത് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ താഴെ ഇടുവോ? റയറ് വീസല്ലേ. താഴെ വീണെന്ന് സംഭവിച്ച എനിക്ക് ആരാ ഉള്ളേ? എന്നെ താഴെ ഇറക്കിയേ. നിനക്ക് നാണം വരുമ്പോ നല്ല രസമുണ്ട് കാണാൻ. ഇനി മിണ്ടരുത്. ഇനി 5 മിനിറ്റ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാ? ഞാൻ നിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കട്ടെ. താഴെ ഇറക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. ഇനി എന്താ? ഐ ലവ് യു. ഐ ലവ് യു ടു. താഴെ ഇറക്ക്. പിന്നെ കല്യാണത്തിന് പോകുന്നൊക്കെ കൊള്ളാം. അവിടെ കുറെ ചെക്കന്മാരുണ്ടാവും കേട്ടോ. അതിനെന്താ? നോക്കിയാ കണ്ണൂത്തി പൊട്ടിക്കുന്നേ കേട്ടല്ലോ. ഞാൻ നോക്കോ? ഇതിന്റെ സുന്ദരനായ ഒരാളെ വേറെ എവിടെ കിട്ടാനാ? സോപ്പിടല്ലേ. ഞാൻ പോട്ടെ. വിളിച്ച ഫോൺ എടുക്കണേ. അതെന്തേ? അല്ല, ഞാൻ ചിലപ്പോ അവിടെ പോസ്റ്റ് ആയിരിക്കും. അപ്പൊ വിളിച്ചാ കഥ പറയാലോ. എടുക്കാട്ടോ. ഓക്കെ, ബൈ. നോക്കിപ്പോ. ശരി, ഓഫീസിൽ പോയിക്കോട്ടോ. എത്തിയിട്ട് മെസ്സേജ് ആക്കി. നീയും. ഓക്കെ. ഓ, വന്നോ? ഞാൻ ഫുഡ് വാങ്ങാൻ പോയതാടാ. ഫുഡോ? നീയല്ലേ ഡയറ്റ് നോക്കുന്നുള്ളൂ. എനിക്ക് കഴിക്കാലോ. എന്ത് ഫുഡ്? മന്തി. മന്തിയോ? യാ. വേണോ? എനിക്കൊന്നും വേണ്ട. എന്നാ ഓക്കെ, ഞാൻ കഴിക്കാം. ഇപ്പൊ വരെ. നിനക്ക് എങ്ങനെ എനിക്ക് തരാതെ കഴിക്കാൻ തോന്നുന്നു അർജുനെ? മന്തി എന്റെ ഫേവറേറ്റാ. എനിക്ക് വേണം. വേണോ? വേണ്ട. എന്നാ ഓക്കെ. വേണ്ടോ? ദുഷ്ടാ. ഇത് മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാം. ഓ, കൊതിയാന്ന്. അൽഫാമാണെന്നാ തോന്നേ. നീ എന്തിനാ ചിരിക്കുന്നേ? നിനക്ക് വേണോ? എനിക്ക് വേണ്ട. അല്ല, എങ്ങനെ നോക്കിയിരിക്കുന്നോണ്ട് ചോദിച്ചതാ. അവസാനം എനിക്ക് വയറുവാൻ എടുത്തിട്ട് എനിക്ക് ആവൂല. വേണ്ട, നീ കഴിച്ചോ. ഉറപ്പല്ലേ? അവസാനമായിട്ട് ചോദിക്ക. എന്തൊരവസ്ഥ ഈശ്വര ഇത്. എനിക്ക് വേണം. വേണ്ടല്ലോ. വേണ്ട. അനുവോ, വെറുതെ എന്തിനാ? മതിയാക്കിക്കാള്. നിന്നെ കൊണ്ട് പറ്റൂല ഈ പരിപാടി ഒന്നും. എന്നെ കൊണ്ട് പറ്റൂ. ഞാൻ കാണിച്ചു തരാം. എന്നാ നീ കാണിക്ക്. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ പോവാ. പാവണ്ട്. ചേടാ, വിശന്നിട്ടാണ് കുടല് കരിയുന്നു. പക്ഷെ അർജുനോട് പോയി പറഞ്ഞ നാണക്കേടാ. അനു, കൺട്രോൾ. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും. എന്നാലും ആ മന്തി മനഃപൂർവ്വ. പറഞ്ഞും പോയി. വേറെ വഴിയില്ല. വെള്ളം കുടിച്ച് ആശ്വസിക്കാം. ഈ ഭക്ഷണം കഴിച്ചില്ലേ ചത്തുവോ? ചത്തൊന്നും പോവില്ല. ഇനി ഞാനെങ്ങനെ ചത്തുവോ എന്ത് ചെയ്യും? നീ ചത്തു കഴിഞ്ഞാ രണ്ടാമത് കെട്ടും. ഓ, എനിക്കറിയാം നീ കെട്ടുന്ന്. എന്റെ പൊന്നേ, വാ ഫുഡ് കഴിക്കാം. എനിക്കൊന്നും വേണ്ട. വാ അനുവോ, നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. വാ ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. ദേ, നീ വരുന്നോ ഞാൻ നിന്നെ പൊക്കിക്കൊണ്ട് പോണോ? അർജുൻ ഒന്ന് പറയുന്ന കേക്ക്. ഞാനില്ല. നിനക്ക് ഭയങ്കര വാശിയാണല്ലേ? എനിക്ക് കുറച്ച് വാശി കൂടുതലാ. ഇപ്പം എന്നെ ഒന്നും സഹിക്കാൻ പറ്റുന്നുണ്ടാവൂല. ഇല്ല, ശ്രീലക്ഷ്മിനെ കൂട്ടിക്കൊണ്ടുവരേണ്ട സമയായി. ഇത് അർജുനെ, ഭർത്താവൊന്നും ഞാൻ നോക്കൂല. പിടിച്ച് കൂമ്പിലിട്ടിരിക്കും ഞാൻ, കേട്ടല്ലോ. ഒരു തമാശ പറയാനും പറ്റൂല. അനുവോ, നല്ല കുട്ടിയല്ലേ? വാ. എനിക്ക് വേണ്ട. നിനക്കെന്താ അർജുനെ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. വാ. ഇല്ല. എന്നാ നീ വരണ്ട, ഇവിടെ ഇരുന്നോ. ഞാൻ പോവാ. എനിക്കറിയില്ല നീ ഏത് ഭാഷയിൽ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. നീ പോയിക്കോ. നിന്നോട് ആരെ പിടിക്കാൻ പറഞ്ഞോ? വരുമ്പം അനുഭവിച്ചോ. എന്നെ കൂട്ടാണ്ടോ മന്തി കഴിച്ചതും പോരാ, ഇതിരിപ്പോ ഉപദേശിക്കാൻ വന്നിരിക്കുക കൊരങ്ങൻ. എനിക്ക് നീവാൻ ചേട്ടനെ മിസ് ചെയ്യുന്നു. നമുക്കൊന്നും ഈ പ്രേമത്തിൽ ഗതി പിടിക്കാനുള്ളതില്ല. എനിക്ക് ഉറപ്പാ നീവാൻ ചേട്ടൻ എന്നോട് ഒരു ഫീലിങ്സും ഇല്ല. ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാ. മതിയാക്ക. എന്തിനാ വെറുതെ? സങ്കടമൊന്നുമില്ല, എന്നാലും എന്തോ ഒരു
എനിക്ക് ഇഷ്ടമായിരുന്നു. എന്ത് ചെയ്യാനാ, എനിക്ക് ഭാഗ്യമില്ല. അങ്ങനെ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് എത്ര ദിവസം ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. ഇതെന്താ പെട്ടെന്ന് മീരനെ ഓർമ്മ വരുന്നേ? ഷേടാ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്താന്നറിയില്ല, അവളെ കാണാൻ തോന്നുന്നു. എന്തായാലും വേണ്ടില്ല, വിളിച്ചു നോക്കാം. ഇനി വേറൊന്നും വിചാരിക്കുവോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ, എനിക്ക് ഭാഗ്യമില്ല. ഇതാരെ ഇപ്പൊ ഈ നേരത്ത്? മിസ് കോൾ ആണല്ലോ. എന്റെ ഈശ്വരാ, ഞാനിന്ന് സ്വപ്നം വല്ലതും കാണാണോ? നിവാൻ ചേട്ടൻ എന്തിനാ എന്നെ വിളിക്കുന്നേ? അയ്യോ എന്റെ ഈശ്വരാ, എന്റെ പ്രാർത്ഥന കേട്ടോ? എടുത്തു നോക്കാം. ഹലോ ഹലോ, എവിടെയാ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ചേട്ടനാ? ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്തേ വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നപ്പം വെറുതെ ഒന്ന് വിളിച്ചതാ. ഒറ്റയ്ക്ക് നിന്നപ്പോ വിളിക്കാൻ എന്തേ? എന്തേലും സങ്കടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അന്ന് റിസോർട്ടില് ഞാൻ എപ്പോ ഒറ്റയ്ക്കായാലും എന്നോട് വന്ന് സംസാരിക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് നിന്നോട് സംസാരിക്കാൻ തോന്നി. എന്റെ ഈശ്വരാ, എന്നെ സംസാരിച്ചോ? ചേട്ടനിപ്പോ എവിടെയാ? ഷൂട്ടിലാണോ? അല്ലടാ, ഷൂട്ട് കഴിഞ്ഞ്. പിന്നെ ഇന്ന് കോളേജില്ലേനോ? ആണോ? ഞാനിന്ന് രാവിലെ മോട്ടുവിനെ കണ്ടിരുന്നു. ആണോ? എവിടുന്ന്? ബസ് സ്റ്റോപ്പിന്ന്. ഇന്ന് ബസ്സിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പോ അവനെ ഞാനാ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തേ. പിന്നെന്താ? വേറൊന്നുമില്ല. എന്നാ ഓക്കെ, ഞാൻ സമയം കിട്ടുമ്പോ വിളിക്കാം. പിന്നെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്, ഞാനും വിളിക്കാട്ടോ. ശരി, ബൈ. ബൈ. എനിക്കെന്താ ഭയങ്കര സ്പെഷ്യലായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നേ. ഒരുമാതിരി എന്തോ ഒരു ഹാപ്പിനെസ് ഒക്കെ. ചിലപ്പോ വല്ല സിസ്റ്റർ വൈബും ആയിരിക്കും. എന്തേലൊക്കെ ആവട്ടെ, ഉറങ്ങാത്തതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനുണ്ട്. എനിക്ക് വിറയ്ക്കുന്നു. മുത്തേ, ഐ ലവ് യു. എന്റെ ഈശ്വരാ, എനിക്ക് തന്നെ തന്നേക്കണേ ആ മുതലിനെ. ഇനി ഒരു മാസത്തേക്ക് എനിക്ക് ഒന്നും വേണ്ട. എന്താമ്മേ? ഭയങ്കര സന്തോഷം. അങ്ങനൊന്നുമില്ലല്ലോ, ഞാൻ സാധാരണ ഉള്ള പോലെ തന്നെയല്ലേ? അല്ല, എന്തോ പറ്റിയുണ്ട്. ഒന്നുമില്ല, ഇന്ന് കോളേജ് ഉച്ചയ്ക്ക് വിട്ടല്ലോ, അതാ. ഉച്ചയ്ക്ക് വിട്ടെന്ന് വെച്ച് ഫോണിൽ കളിച്ചിരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത് പഠിക്കാൻ നോക്കേ. ശരി. ഇവനാ മതി മൊത്തം ഇരുന്ന് തിന്നോ? ഇവന്റെ വയറ്റിലെന്താ കൊക്കപ്പുഴുണ്ടോ? ഇവിടെ ഒന്നും തിന്നാനില്ല. അല്ലെങ്കിലും തിന്നാനുണ്ടായാലും ഞാൻ തിന്നില്ലല്ലോ. എന്താണ് മാഡം അടുക്കളയിൽ? കഴിക്കാൻ വല്ലതുണ്ടോ നോക്കാണോ? ഞാൻ അതൊന്നും നോക്കിയതല്ല, കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ. വെള്ളം കുടിക്കാൻ. അല്ല, മാഡത്തിന് രാത്രി എന്ത് ഓർഡർ ചെയ്യണോ? എനിക്കൊന്നും വേണ്ട. വേണ്ട, ഞാൻ നല്ല ബിരിയാണി ഓർഡർ ചെയ്താലോ എന്ന് ആലോചിക്കാം. അനുവോ, ചിക്കൻ ആണോ നല്ലത്, മട്ടൺ ആണോ നല്ലത്, ബീഫാണോ നല്ലത്? മുട്ട. അല്ല, മുട്ട ബിരിയാണി നല്ലതാണല്ലോ, അത് പറഞ്ഞതാ. പക്ഷെ എനിക്കിഷ്ടല്ല. ഞാൻ പോവാ, കോരങ്ങ. ഇവളെന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. തല എന്തേ കറങ്ങുന്നേ? ചേടാ, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അനു ഓക്കെ അല്ലേ? തല കറങ്ങുന്ന അർജുനെ. ഞാൻ പറഞ്ഞതല്ല നിന്നോട്. ഞാൻ കുറച്ച് വെള്ളം എടുത്തട്ടെ? വേണ്ട. എന്ത് പറഞ്ഞാലും വേണ്ട. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. കുറച്ച് വെള്ളം എടുത്തട്ടെ ഞാൻ? ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. എന്തേ? ഒന്നുമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. തല കൊണ്ടും കറങ്ങുന്നുണ്ടോ? അതല്ല. പിന്നെ? നിനക്ക് എന്നോട് ദേഷ്യണ്ടോ? എന്തിന്? അല്ല, നീ പറഞ്ഞത് ഞാൻ കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വന്നേ. അതിന് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇത് കുടിക്ക്. നീ ഇത് കുടിച്ചില്ലെങ്കിലാണ് എനിക്ക് ദേഷ്യം വരാൻ പോകുന്നത്. ഇതെന്ത് ജ്യൂസൊക്കെ? അത് ഞാൻ വെറുതെ ഫ്രിഡ്ജിൽ അടിച്ചു വെച്ചതാ. കുടിക്കുന്ന അത് ഫുള്ള് കുടിക്കാതെ നീ ഇവിടുന്ന് പോവില്ല. ഞാൻ കഴുകി വെക്കാം. വേണ്ട, ഞാൻ കഴുകിച്ചോളാം. അതെന്താ ഞാൻ കഴുകിച്ച വൃത്തിയാവൂല? അങ്ങനല്ല. തന്നേനോ? അർജുനെ. എന്തേ? സോറി ട്ടോ. എന്തിന്? അല്ല, ഞാൻ നീ പറഞ്ഞത് കേട്ടില്ലല്ലോ. അതിനെന്തിനാ സോറി ഒക്കെ പറയുന്നേ? നീ വന്നെവിടെ?
എന്തിനാ സങ്കടപ്പെടണേ? എടാ, നിന്റെ എല്ലാ കളിക്കും ഞാൻ കൂടെ ഉണ്ടാവും. നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിനൊക്കെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇതൊക്കെ ഒരു രസമല്ലേ? ഇതൊക്കെ അതിന്റെ സ്പിരിറ്റിലെടുക്ക്. പിന്നെ ഞാൻ ആ മന്തി വാങ്ങിയത് നിന്നെ കൊതിപ്പിക്കാൻ തന്നെയാ. ദുഷ്ടേ, എന്നിട്ടത് മൊത്തം നീർന്ന് തിന്നില്ലേ? ആര് പറഞ്ഞു? എനിക്കിങ്ങനെ നിനക്ക് തരാണ് തിന്നാൻ തോന്നുക? ഫുഡൊന്നും കഴിക്കാതിരിക്കല്ല കേട്ടോ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിനക്ക് വയ്യാതാവും. എനിക്ക് പറയാറുള്ളേ. സോറി. സാരില്ല, പോട്ടെ. മതി. ഓക്കെ അല്ലേ ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ലല്ലോ? തല ഉറങ്ങുന്നുണ്ടോ? എന്നാ ബാ, അവിടെ പോയി കിടക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. എനിക്ക് നേരത്തെ പറഞ്ഞ ബിരിയാണി വാങ്ങി തരോ? ഏത് ബിരിയാണി? നീ നേരത്തെ പറഞ്ഞില്ലേ അത്. ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞ് എനിക്കത് വേണം. വാങ്ങിച്ചു തരാം, വാ. എന്നാ വാ. ആ മമ്മി. ഇല്ല, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ആ ഓക്കെ. അപ്പോൾ അവർ നാളെ കാണാൻ വരുമോ? ഓ, മറ്റന്നാളാണല്ലേ. അപ്പം മമ്മിയും പപ്പയും നാളെ വരില്ലേ? എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ആ ഓക്കെ, എന്നാൽ നാളെ കാണാം. ഓക്കെ മമ്മി, ഗുഡ് നൈറ്റ്. പപ്പനോട് പറയട്ടോ. ശരി. ചിന്നോ. തുടങ്ങി ആ മന്ത്രം ചൊല്ലാൻ. എനിക്കൊന്ന് സാജനേട്ടനെ വിളിക്കാൻ പോലും പറ്റുന്നില്ല. ചിന്നോ, എന്താ? ഒന്നുകൂട്ട് വന്നേ. ആ വരുന്നേ. എന്താ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തേ? നമ്മള് ഇന്നൊരു കല്യാണത്തിന് പോയില്ലേ? ആ പോയി. ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ചെക്കൻ നിന്നെ വന്ന് പരിചയപ്പെട്ടില്ലേ? ആ. അവന് നിന്നെ മാരേജ് കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അവന് നിന്നെ മാരേജ് കഴിക്കണം എന്ന്. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്തോന്ന് ചേട്ടാ, ഞാൻ പഠിക്കട്ടെ. എനിക്കും നിന്നെ പഠിപ്പിക്കാൻ തന്നെയാണ് താല്പര്യം. നിന്നെ എപ്പോഴും കല്യാണം കഴിപ്പിച്ചു വിടാമെന്ന് എനിക്കും താല്പര്യമൊന്നുമില്ല. പിന്നെന്താ? മമ്മിയും പപ്പയും പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോളാനാ. അവര് നാളെ അങ്ങോട്ട് വരും. ആര്? മമ്മിയും പപ്പയോ? അതെ, മറ്റന്നാള് അവര് നിന്നെ കാണാൻ വരുന്നാ പറഞ്ഞെ. ചേട്ടാ, എനിക്കാവൂല. എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടല്ലോ. എനിക്കിപ്പോ കല്യാണം വേണ്ട പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്കും ആഗ്രഹമില്ലടാ. ഞാൻ എന്ത് ചെയ്യാനാണ്? പപ്പ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല, അറിയാലോ നിനക്ക്. പപ്പയാണോ ഇത് പറഞ്ഞേ? അവൻ പപ്പേന്റെ ഫ്രണ്ടിന്റെ മോനാ. അപ്പോ മമ്മിയും പപ്പയും പറയുന്നത് അത് നമ്മളെ റിലേഷനെ ബാധിക്കുന്ന. റിലേഷനെ ബാധിക്കുന്ന വെച്ചിട്ട് ഞാൻ കെട്ടണോ? എനിക്കാവൂല. നീ കരയല്ലേ? നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. പപ്പ എന്നോട് പറഞ്ഞത് നിന്നോട് പറയണ്ടാന്നാ. എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ചേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? കുറച്ച് പേഴ്സണലാ. ചിന്നു, നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാ? ചേട്ടൻ മനസ്സിലായല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറ്റൂല. നിനക്ക് ആരോടെങ്കിലും റിലേഷൻഷിപ്പ് എന്തുണ്ടോ? ആരോട്? ചേട്ടാ, ഇവനിങ്ങനെ ഉറങ്ങാൻ പറ്റുന്നേ? എനിക്കാണ് വിശന്നിട്ട് ഉറക്കം വരുന്നില്ല. അർജുനെ, അർജുനെ. എന്താ? ഉറങ്ങാണോ? തലകുത്തി നിക്കാം. അതിന് നിനക്ക് തലകുത്തി നിക്കാറിയോ? ഓ, വീണ്ടും ഉറങ്ങി. അർജുനെ, എന്താണ് അനു? ഞാനൊന്ന് ഉറങ്ങട്ടെ, വെറുതെ വിട്. നിനക്ക് എങ്ങനെ ഇത്ര വൃത്തിക്ക് ഉറങ്ങാൻ പറ്റുന്നേ? അർജുനെ. എന്താ വാവേ? നീ ഉറങ്ങാ? പിന്നെ ഈ രാത്രി 3 മണിക്ക് ഞാൻ ഇരുന്ന് ഡാൻസ് കളിക്കണോ? നിനക്ക് എങ്ങനെ ഈ രാത്രി 3 മണിക്ക് കോമഡി അടിക്കാൻ പറ്റുന്നേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്. എന്ത് കുഴപ്പം? എനിക്ക് വിശക്കുന്നുണ്ടോന്നൊരു ഡൗട്ട്. എന്ത്? വിശക്കുന്നുണ്ടോന്നേ ഒരു ഡൗട്ട്. ഈ രാത്രി 3 മണിക്ക് ഞാൻ എന്ത് വാങ്ങിത്തരാനാ നിനക്ക്? ഒന്നും വാങ്ങാൻ കിട്ടൂല? ഇല്ലടാ, ഇവിടെ രാത്രി 12 മണിക്ക് ശേഷം ഡെലിവറി ഇല്ല. ചേടാ, കുഴപ്പമില്ല, നീ ഉറങ്ങിക്കോ. ശരിക്കും വിശക്കുന്നുണ്ടോ? വേണ്ട, നീ ഉറങ്ങിക്കോ. ഞാൻ വെള്ളം കുടിച്ചോളാം. വാണീക്ക്. എങ്ങോട്ട്? നീ വാ, ഞാനല്ലേ വിളിക്കുന്നത്. വാ, നീ എണീച്ച് വാ, ഒരു പരിപാടി ഉണ്ട്. എന്ത് ചെയ്യാൻ പോവാ? നീ പറഞ്ഞ എനിക്ക് ചെയ്ത് തരാണ്ടിരിക്കാൻ പറ്റുമോ? നീ വാ. പറ, നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി തരാം. നൂഡിൽസാ? ആ ഓക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കിപ്പോ എന്താ രാത്രിയൊക്കെ വിശക്കാൻ? പൊതുവെ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. ആർക്കറിയാം, ഇന്ന് ചിലപ്പം മൊത്തം പട്ടിണി ഇടുന്നല്ലേ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലേ? വേറെ എന്തുകൊണ്ട്? എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും. നീ ഉണ്ടാക്കിത്താ. ഇവിടെ കയറി ഇരുന്നോ. ഓക്കേ. അർജുനെ, പറ. നീ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ പണ്ട് കോളേജ് പഠിക്കുമ്പോ ഒരു പ്ലേ ബോയ് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ? എന്റെ പിന്നാലെ കുറേ പെൺകുട്ടികളുണ്ടേനു.
എൻ്റെ ഒരു ഹായ് കിട്ടാൻ വേണ്ടി എത്ര പെൺകുട്ടികൾ കൊതിച്ചിരുന്നു എന്നറിയോ? ഓ പിന്നെ കാര്യായിട്ട്. അവരൊക്കെ നിന്റെ പിന്നെ നടക്കുന്നേ? എൻ്റെ പൊന്നെ, പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ഉം. നീ കോളേജ് പഠിക്കുമ്പോൾ എങ്ങനെയാ? എന്റെ കോളേജില് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനോട് പുറത്തു പോവേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതെന്താ? വിടണ്ട എന്നെ. ഞാൻ സത്യം പറഞ്ഞാ കുറെ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. പണ്ടൊക്കെ ഇതേപോലെ രാത്രി വിശന്നാ ഞാൻ എന്താ ചെയ്യാന്നറിയോ? എന്ത് ചെയ്യും? ഞാൻ ആരും കാണാതെ കുറച്ച് സാധനങ്ങൾ എന്റെ റൂമിൽ ഒന്ന് ഒളിപ്പിച്ചു വെക്കും. അപ്പൊ എനിക്ക് ഓരോന്നെടുത്ത് തിന്നാലോ. നീ കൊറേ അനുഭവിച്ചിട്ടുണ്ടല്ലേ? അതൊക്കെ ഒരു സ്പിരിറ്റിൽ എടുത്താ മതി. അനുവോ? എന്തേ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? പറ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണോട്ടോ. എന്താണ് പെട്ടെന്നൊരു സ്നേഹം? എന്താണ് എന്റെ ചെക്കന് പെട്ടെന്നൊരു സ്നേഹം? അതെന്താടി എനിക്ക് എന്നോട് പെട്ടെന്ന് സ്നേഹം വരുള്ളൂ? അല്ല അങ്ങനെയല്ല, എന്തോ ഒരു സ്പെഷ്യൽ സ്നേഹം. നീ എന്റെ മുത്തല്ലേ? എനിക്കതൊന്നും വേണ്ട, ഉണ്ടാക്കി തരുമോ? വിശന്നിട്ട് വയ്യ. ഉണ്ടാക്കി തരാം, പക്ഷെ എനിക്ക് വേറൊരു സാധനം തരുമോ? എന്ത് സാധനം? ഈ സാധനം. അർജുനെ വേണ്ടേ? വേണ്ട? വേണ്ട. എനിക്കേ ആ നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി താ. എന്നാ ഓക്കെ. ഇവനെ രാത്രി കാണാൻ ഇത്ര ഭംഗിയുണ്ടോ? അർജുനെ, നിന്നെ കിട്ടിയതാടാ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. മാഡം ഒന്ന് ടേസ്റ്റ് നോക്കൂ. ഓ, ഇയാളെ ഷെഫായിരിക്കും അല്ലേ? അതെ അതെ. കഴിച്ചോക്കട്ടെ. നൂഡിൽസ് കാണാനൊക്കെ ലുക്കുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? എനിക്ക് നൂഡിൽസിനേക്കാളും ഈ ഷെഫിനെ ഇഷ്ടപ്പെട്ട്. ഷെഫ് എന്റെ കൂടെ വരുന്നോ? സോറി മാഡം, ഞാൻ മാരീഡ് ആണ്. ചേടാ, ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ? എന്തായാലും ആ കുട്ടീന്റെ ഭാഗ്യം. അത് കഴിക്കാൻ നോക്കൂ മോളെ. ഷെഫിനെ ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടതാ. ആടി, നമ്മളതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നല്ലോ. ശരിക്കും? അതെ അതെ. നിനക്കറിയാത്ത കുറേ സത്യങ്ങളുണ്ട്. ഒന്ന് പറ. നീ ആദ്യം ഇത് കഴിക്കി, എന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ. പറ. എന്തു പറയാൻ? നമ്മളെ കഥ. അതൊന്നുമില്ലടി, എനിക്ക് നിന്നോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അമ്പലത്തിന്നോ? അമ്പലത്തിന്നല്ല, നമ്മള് അന്ന് നീ ഏതോ ഒരു ഓട്ടോക്കാരനോട് തല്ലുണ്ടാക്കിയപ്പോ കണ്ടില്ലേ? അപ്പൊ മുതൽ എനിക്ക് ചെറിയൊരു സ്പാർക്ക് അടിച്ചിരുന്നു. എടാ കള്ള. അന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇവളെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുക്കായിരുന്നു. എന്നിട്ടിപ്പോ കിട്ടിയില്ലേ? ശരിയാക്ക്. കിട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ശരിയാക്കാനൊന്നും ഇല്ലാന്ന്. അത്രയ്ക്കൊക്കെ അങ്ങോട്ട് ഇഷ്ടായോ? അത്രയ്ക്കൊന്നും അല്ല മോളെ, അതില് കൂടുതലും. അതെ അതെ. അങ്ങനെ നിനക്കറിയാത്ത എത്ര എത്ര കഥകൾ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ പറഞ്ഞിരുന്നേ. പറഞ്ഞിട്ടുണ്ട്. സജിനേട്ടനറിയോ? എന്ത്? അല്ല, എന്നോട് അപ്പോഴേ ക്രഷ് ഉണ്ട് എന്നുള്ളത്. ആർക്കും അറിയില്ല, ഇപ്പൊ എനിക്കും നിനക്കും മാത്രമേ അറിയൂ. എടാ കൊച്ചു കള്ളാ. ഇതൊക്കെ ഒരു രസല്ലേ? എന്തായാലും നിന്നെ എനിക്ക് കിട്ടിയതിന്റെ ഭാഗ്യ. നിന്റെ. അതെന്താ? അല്ല, വേറെ ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ നിന്നെ എന്നേ തലക്കടിച്ച് കൊന്നേനെ. അതെന്താടി എന്റെ സ്വഭാവം അത്രയ്ക്ക് മോശ? സ്വഭാവം മോശമായിട്ടല്ല, നിന്നെ സഹിക്കണ്ടേ നിന്റെ ഈ കുട്ടികളെ. അപ്പൊ നിനക്കിത് ഇഷ്ടല്ലേ? എടാ പൊട്ട, എനിക്ക് ഇഷ്ടാവുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടാവണമെന്നുണ്ടോ? അതില്ല. എന്തായാലും ഒരു കാര്യം പറയാലോ, നമ്മൾ രണ്ടാളും നല്ല മാച്ചാ. ശരിയാ. എനിക്കൊരു കാര്യം മാത്രമേ അറിയുള്ളൂ. എന്ത്? എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് നിന്നെ. എന്റെ അച്ഛനും അമ്മേനെയും പോലും അല്ല. അപ്പൊ എന്റെ അച്ഛനും അമ്മേനെ ഇഷ്ടല്ല? ഇഷ്ടാണ്, പക്ഷെ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഐ ലവ് യു സോ മച്ച്. പിന്നെ എനിക്കോ? ഓർമ്മയൊന്നും വേണ്ടേ? ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഐ ലവ് യു സോ മച്ച്.